ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചുവന്ന പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഈ പരിപ്പ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ പരിപ്പ് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇത് എടുത്തിടുമ്പോഴേക്കും കുറച്ച് വെള്ളം ഇതിനകത്ത് ചേർന്നിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിടുമ്പോഴുള്ള നനവ് മാത്രം മതി. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് ചുവന്ന അവൽ ചേർത്ത് കൊടുക്കാം. വെള്ള അവലാണെങ്കിലും കുഴപ്പമില്ല, ചുവന്ന അവലിനാണെങ്കിൽ കുറച്ചുകൂടി ഗുണം കൂടും. ഇനി അവലിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് ഒന്ന് നനച്ച് കുഴച്ചെടുക്കണം. കുറച്ച് കട്ടിയായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ആദ്യമേ വെള്ളം ഒരുപാട് ഒഴിച്ചു പോയാൽ ഇത് കുറേ നീണ്ടു പോകും. അങ്ങനെ വരാൻ പാടില്ല. കുറച്ച് കട്ടിയായിട്ട് നനച്ചെടുക്കണം. അതായത് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ചുവന്ന പരിപ്പ് മാത്രമല്ല, നമുക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാം കേട്ടോ. ഈ പരിപ്പിന് പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതെടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പോ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പോ പീസ് പരിപ്പോ ഒക്കെ എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അല്പം അത് ചേർക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. പരിപ്പിൻ്റെ നനവും പിന്നെ നമ്മൾ നനച്ചെടുത്ത അവലിൻ്റെ നനവും കൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് കുറച്ച് കട്ടിയിലാണ് വേണ്ടത്, നീണ്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കരുത്. നമ്മളിത് ഒരു ബാറ്ററിൽ മുക്കി പൊരിക്കാനുള്ളതാണ്. അപ്പം നീണ്ടു പോയാൽ അത് ബാറ്ററിൽ മുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടാറ്റോ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ചീവിയെടുക്കാം. മീഡിയം വലിപ്പത്തിലാണ് ഇത് ചീവിയെടുക്കേണ്ടത്. ഏറ്റവും ചെറുതും അതുപോലെ ഏറ്റവും വലുതും എടുക്കരുത്. മീഡിയത്തിലുള്ള ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നേരിയതായിട്ട് കിട്ടും, ആവശ്യത്തിന് നേരിയതായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു കുഴിവുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി മുങ്ങിക്കിടക്കോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് അലമ്പിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നല്ലതുപോലെ ടൈറ്റായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതിൽ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റാത്തവർക്കും ഈ സ്നാക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഇതിലെ സ്റ്റാർച്ചാണ് നമുക്ക് പ്രായമായവർക്ക് പറ്റാത്തത്. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ ഈ സ്റ്റാർച്ച് നമുക്ക് കളഞ്ഞെടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് 3 പ്രാവശ്യം പിഴിഞ്ഞെടുത്തതിന് ശേഷം എടുത്താണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വെള്ളം തെളിയുന്നത് വരെ നമ്മളിത് വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ സ്റ്റാർച്ചൊക്കെ ഏകദേശം പോയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് തരിയോടുകൂടി ഉള്ളത് നല്ലതാണ്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കായപ്പൊടി ചേർത്താൽ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് ലൂസായ പരുവത്തിൽ കലക്കിയെടുക്കാം.
ഇപ്പോൾ നല്ല ലൂസായ പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ പുട്ടുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഈ അളവിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പുട്ടുപൊടിയൊക്കെ കുതിരുമ്പോഴേക്കും കുറച്ചുകൂടി കട്ടിയാകും. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നുറുക്കിയോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ചേർക്കാം. 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാട്ടോ. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന അവലും പരിപ്പും കൂടി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. മിനുസപ്പെടുത്തൊന്നും വേണ്ട കേട്ടോ. ഷേപ്പ് വേണമെന്നില്ല, ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും ഈ ബാറ്ററിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിലേക്ക് ഇടാം. തമ്മിൽ മുട്ടാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇട്ട് കൊടുത്താൽ നമുക്കിത് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ 4 വീതമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തേക്കൊക്കെ എണ്ണ കോരി ഒഴിക്കുകയാണെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് കുക്കാകും. ഇതിട്ടതിന് ശേഷം ലോ ടു മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ബാറ്റർ വേകാതിരിക്കും. ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. തമ്മിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചിടുന്ന സമയത്താണ് നമ്മൾ അത് അടർത്തി മാറ്റേണ്ടത് കേട്ടോ. പാകത്തിന് മുരിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായക്കൊപ്പവും കഴിക്കാൻ വളരെ നല്ലതാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ച് കളഞ്ഞെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു കിട്ടും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ടൊമാറ്റോ സോസ് കൂട്ടിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ. താങ്ക് യു.